അതിൻ്റെ ബാക്കി കഥ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വന്നിടയ്ക്കെങ്ങും ഇവിടെ വന്യമൃഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അന്ന് കുറുക്കനുണ്ടായിരുന്നു. ഒരു മലയിൽ നിന്ന് കുറുക്കന് ഓരിയിടുന്നുടനെ ഇക്കരെ മലയിലും കുറുക്കന്മാരൊക്കെ ഉണ്ട്. ആ കുറുക്കന്മാർ ഓരിയിടും. അപ്പോൾ നമ്മുടെ മുസ്ലിം പള്ളിയിലെ ബാങ്ക് വിളിക്കത്തില്ലേ, ആ സമയമാകുമ്പോൾ ഓരിയിടാൻ തുടങ്ങും. അങ്ങനെ രാത്രിയിലൊക്കെ ഭയങ്കര പേടിയാണ് ആ ഓരിയിടിയിൽ കേൾക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പാടെ അതുങ്ങളുടെ കാലഹരണപ്പെട്ടു. അതുങ്ങളൊന്നും ഇന്നില്ല. പിന്നെ അന്ന് പന്നി ഉണ്ടായിരുന്നു. എന്നാലും നമ്മുടെ പുരയിടത്തിലൊക്കെ അങ്ങനെ ശല്യമില്ലായിരുന്നു. കാട്ടിൽ തന്നെയൊക്കെ നിൽക്കുമായിരുന്നു. ഇങ്ങനെ കാടിനോടടുത്ത പ്രദേശത്തൊക്കെയുള്ള ശല്യമേ ഉള്ളായിരുന്നു. നമ്മുടെ ഇവിടെ ഒട്ടൊന്നും വലിയ ശല്യമില്ലായിരുന്നു. ഇപ്പം നമ്മുടെ ഇവിടെ ആനയൊന്നും വരില്ല, ഒന്നും അങ്ങനത്തെ ജീവികളൊന്നും ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ആനയായി, പുലിയായി, പിന്നെ ഇപ്പം ആണ്ട് കേൾക്കുന്നു കടുവയും വീണം. കടുവയപ്പോൾ ഉണ്ടല്ലോ ഇവിടെ. മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു പറ? ഇങ്ങനെ ജീവിക്കും. ഞങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ നാട്ടിലോട്ട് വരിക. ഇവിടെ കുറച്ച് വസ്തുവോ വകയോ മില്ലക്കോ എല്ലാം വാങ്ങിച്ച് അവിടെ ജീവിക്കാം അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് വരും. അപ്പോൾ എന്താ ചെയ്യും? അത് നടക്കത്തില്ല. എന്നാൽ ഇപ്പം എന്നെ ഇവിടെ തന്നെ കിടക്കാം അല്ലേ? ഇപ്പം കഥ പറഞ്ഞ് മീൻ കുറച്ച് വെട്ടിക്കഴിഞ്ഞു. നീ ഇതൊന്ന് കഴുകിയെടുക്കട്ടെ. കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ തന്നെ വീണ്ടും വെക്കുകയാണ്. നമ്മുടെ കഞ്ഞിയുടെ തീ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇത് പോയി ഒന്ന് എരിക്കട്ടെ. മുറ്റത്ത് നിന്നാണ് ഞാൻ വെട്ടുന്നത്. കഞ്ഞിയുടെ തീ എരിച്ചില്ലെങ്കിലേ പിന്നെ ആദ്യം തൊട്ട് എനിക്ക് കത്തിക്കേണ്ടി വരും. ഈ മീൻ മേടിക്കത്തില്ല. അമ്മയെ പ്രതി മേടിച്ചതാ. സോറി.